കേരളത്തിലെ ഒരുപാട് തട്ടിപ്പുകാരിറങ്ങിയിട്ടുണ്ട്. അതായത് ജ്യോതിഷം ജ്യോതിഷം എന്ന് പറയുന്നത് അച്ചട്ടാണ്. അതിൻ്റെ ശാസ്ത്രമായി നോക്കുവാണെങ്കിൽ, ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ 110% ശരിയാണ്. നമ്മളതിനെതിരല്ല. പക്ഷേ ഇത് ഓരോ വേഷം കെട്ടി ഓരോ കാര്യവും പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുക. എന്നിട്ട് ആ ആൾക്കാർ അവരുടെ നമ്പരും കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ ദോഷമാണ്, അങ്ങനെ വെച്ചാൽ ദോഷമാണ്, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന ചരട് ജപിച്ച് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് സ്വർണം വരും, ധനം വരും, നിങ്ങൾ ഇന്ന ലക്ഷ്മി പൂജ നടത്തിയ ഇതാണ്, അത് ടി വി കാണാം, ഇത് നിങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യങ്ങളുണ്ട്, ഇത് വെച്ചാൽ മതി, നിങ്ങൾ വെച്ചടി കയറ്റം വരും. അങ്ങനെ എന്നിട്ട് കുറേ ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കും. ഇതിനകത്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ ടി വി കണ്ടപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തു, അതിനുശേഷം ഞങ്ങൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതൊക്കെ ധരിപ്പിക്കുക, അതൊന്നും യാഥാർത്ഥ്യമല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊക്കെ ആരാന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതിലൊക്കെ വെറും തട്ടിപ്പാണ്. ഇതൊക്കെ കുറച്ച് പെണ്ണുങ്ങളായിട്ടുള്ള സ്ത്രീകളെയാണ് ഇവർ സ്വാധീനിക്കുന്നത്. പാമ്പിടിച്ച സ്ത്രീകൾ, ഭക്തരായിട്ടുള്ള സ്ത്രീകൾ, ഇതിൻ്റെ ഭഗവാനോട് ഭയം ഭക്തിയൊക്കെ ഉള്ളവർ മുതലെടുക്കാനായിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്, പേടിപ്പിക്കുക. സത്യത്തിൽ ഈ ആത്മചൈതന്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. ജന്മജന്മാന്തര ജന്മദോഷവും കർമ്മദോഷവും നമുക്ക് ജീവിതത്തിലുണ്ടാകാം. ആരൊക്കെ എന്തൊക്കെ അനുഭവം ഉണ്ടെങ്കിലും അത് കർമ്മദോഷവും അവൻ ജന്മദോഷവും ഉണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. നമുക്ക് പീഡനങ്ങളും മനവ്യാധികളും പ്രശ്നങ്ങളും ഒന്നിനു പുറമെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ വരുന്ന മാനസികമായിട്ട് വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ടി വി കാണുന്ന ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവച്ചാൽ നിങ്ങളുടെ വീടിന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഈശ്വരൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണ്, പ്രകൃതിയാണ്. ആ പ്രകൃതിയിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അയാളുടേതായ കഴിവും കാര്യങ്ങളും ഒക്കെ ജന്മനാ കൊടുത്തിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഇപ്പം ഞാനിപ്പോൾ ഉദാഹരണം, ഞാനിപ്പോൾ ഒരാളാണ്, മനസ്സിലായി. അപ്പോൾ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ ജോലിക്ക് പോകാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയാം എനിക്ക് വരുമാനമില്ല, ഒരു കാര്യത്തിന് നീക്കുപോക്കില്ല, ദുരിതമാണ്, പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞാൽ കാര്യം നടക്കും. ഇയാൾ ജോലിക്ക് പോയാലേ വരുമാനം കിട്ടത്തുള്ളൂ. ഒരു കർമ്മം ചെയ്താലേ ആ കർമ്മത്തിൻ്റെ ഫലം. ഈ കർമ്മം ചെയ്യാതെ കുറേ ആൾക്കാർ നടപ്പുണ്ട്. അപ്പോൾ അവർ ചുമ്മാ ഇരുന്നവർക്ക് കാശ് വരും. ഇപ്പം ചില ഇടനിലക്കാരായിട്ട് ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട്, ഒരാളെ പറ്റിച്ച് ജീവിക്കുന്നുണ്ട്. ചില വലിയ വീടുകളിലൊക്കെ നിന്ന് ഓരോരുത്തർ പറ്റിച്ച് ജീവിക്കുന്നുണ്ട്. വലിയ കാശുള്ളവരുടെ വീട്ടിൽ പോയി 100 രൂപയുടെ സാധനം 200 രൂപ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പൈസ വിട്ടുന്നുണ്ട്, എന്തെങ്കിലും പോക്കറ്റ് മണി ആയിട്ട് വരും. ഓരോ കള്ളത്തരം പറഞ്ഞ് ചിലർ വരും. കാലിന് വയ്യ, കയ്യിന് വയ്യ, മക്കൾ കല്യാണം കഴിപ്പിക്കണം. ഇതൊക്കെ സത്യത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഒരു ആത്മചൈതന്യം, ലോകത്തിലെല്ലാവർക്കും ഒരു ഫ്രീക്വൻസി ഉണ്ട്. ജനിച്ച എല്ലാ ജീവജാലങ്ങൾക്കും ഫ്രീക്വൻസി ഉണ്ട്. ചിലർ ഓറയെന്ന് പറയും. ഓറ ഈ ലോകത്തിലെല്ലാവർക്കും ഓറ ഓൾറെഡി ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിരീശ്വരവാദിയാണേലും അല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ ഒരു ഓറയുണ്ട്. ഈ സാധന ചെയ്യുന്ന ഒരു പ്രകൃതിയുമായിട്ടുള്ള കണക്ഷൻ വരുമ്പോൾ ഈ ഉള്ളിൻ്റെ ഉള്ളിലെ ആത്മചൈതന്യം, അതായത് ജീവൽ തുടിപ്പ്, പ്രാണൻ, ഇതൊക്കെ ഒരു ആത്മചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ടു. ഈ എന്തുമാത്രം കിൻഡിൽ കണക്ക് നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന സമയത്ത് ഓക്സിജൻ്റെ സിലിണ്ടർ എത്ര എണ്ണം മാറി വെക്കണം, എത്ര രൂപ നിങ്ങൾക്ക് മുടക്കേണ്ടി വരും സിലിണ്ടർ മുഖത്ത് വെക്കുമ്പോൾ, ഇല്ലേ? അപ്പോൾ നിങ്ങൾ അതിൻ്റെ കണക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ കണ്ടമാനം ഓക്സിജൻ വലിച്ചെടുക്കുന്നു ഈ പ്രകൃതിയിൽ നിന്ന് ഓക്സിജൻ എടുത്തുകൊണ്ടാണല്ലോ ഈ പ്രവൃത്തികൾ നല്ലതായാലും ചീത്തയൊക്കെ ചെയ്യുന്നത്, അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഓക്സിജൻ്റെ അളവിനെക്കുറിച്ചോ ഓക്സിജൻ ശ്വസിച്ചിട്ടാണോ എന്നെല്ലാം വിചാരിക്കത്തില്ല. കാരണം സമയമില്ല. അതുതന്നെയല്ല, അതൊക്കെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. അങ്ങനെ ഓക്സിജൻ, പ്രാണവായു ഉള്ളിൽ ചെന്നു ജീവൻ നിൽക്കുന്നു, പ്രാണവായു ഉള്ളതുകൊണ്ടാണ് ഇവൻ നടക്കുന്നതും പ്രാണൻ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഈ പ്രാണനെ വെച്ച് കളിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഓരോ വ്യക്തികളുടെ പ്രാണൻ വെച്ചിട്ട് അതിനെ വെച്ചിട്ട് കളിക്കുന്നവരുണ്ട്. അത് ചില ആൾക്കാരുടെ മനസ്സിനെയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിൽ ഓരോ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് മെനക്കെടുത്തി ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല ഈശ്വരനുമായിട്ട് സംസാരിക്കാൻ. നിങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദുക്കളായാലും
നിലവിളക്ക് കത്തിച്ചു വെച്ച അവർ അല്പനേരം ആത്മവിശ്വാസത്തിൽ അവരുടെ മനസ്സിലെ ഏകാഗ്രതയായിട്ട് വെച്ച് ഏത് ഈശ്വരനെയാണോ മനസ്സിൽ ധ്യാനിക്കുന്നത്, സങ്കല്പിക്കുന്നത്, അത് നമ്മുടെ ചൈതന്യമാണ്. ആത്മചൈതന്യത്തിലേക്ക് ലയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു പ്രത്യേക ശക്തി ഉണ്ടാവും. അത് ഈ ക്രിസ്ത്യൻസ് ആയാലും ഏതെങ്കിലും പള്ളിയിൽ പോയിരുന്ന് മാതാവിനെ ചെയ്ത് ദൈവങ്ങളെ ആയാലും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ ആ ആത്മചൈതന്യം നമ്മളിലേക്ക് ഒരു ഇതായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു അനുഗ്രഹം അവിടെ നിന്ന് കിട്ടും. അപ്പം നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ പോസിറ്റീവായിട്ട് മനസ്സ് മാറുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വിജയിക്കാൻ പറ്റും ജീവിതത്തിൽ. അതെല്ലാ മതങ്ങളും അങ്ങനെ. ഒരു ക്ഷേത്രത്തിൽ സ്ഥിരം പോയതുകൊണ്ട് അയാളുടെ മനസ്സ് നന്നാകുക അങ്ങനൊന്നുമില്ല. ഏത് ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞാലും ശുദ്ധ മനസ്സോടെ ആരും അമ്പലത്തിൽ പോകാൻ എന്നൊരു കുറവാണ്. ഇപ്പോൾ ഉദാഹരണം ഒരു അമ്പലത്തിൽ ഒരു ഹിന്ദുക്കളെയാണ് അമ്പലത്തിലോട്ട് പോവുക. ഈ വരുന്നവൻ സ്ഥിരം 365 ദിവസവും തൊഴുന്നവനാണ്. പക്ഷേ ഇവർക്കൊരു വ്യത്യാസങ്ങളൊന്നും കാണത്തില്ല. ഇവൻ ദിവസവും അവൻ്റെ മനസ്സിൽ ഇന്ന് തൊഴണം, ഇന്ന് തൊഴാത്തതുകൊണ്ടാണ് കുഴപ്പം, ഇന്ന് അവിടെ പോയില്ല അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ വന്നത്, അങ്ങനെയൊന്നുമില്ല. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, ഒരിക്കലും ഒരു ദേവനും ഒരു ദേവിയും ആർക്കും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? ഒരു ദേവനും ഒരു ദേവി. ഒരാൾ വന്നിട്ട് അവൻ മുടിഞ്ഞു പോകണം, പ്രാക്കണം, ദേവിക്ക് അങ്ങനെ ഗുരുതി കൊടുത്തോ ഒന്നും കേൾക്കത്തില്ല. അത് അവൻ്റെ സങ്കല്പമാണ്. അങ്ങനെ ഈശ്വരൻ ഒരാളെ ദ്രോഹിക്കാനായിട്ടിരിക്കുന്ന ആളല്ല. ഞാനിപ്പോൾ അവിടെ പോയിട്ട് ഒരു ഗുരുതി നടത്തിയിട്ട് അപ്പുറത്തെ അയാളെ തല പോകണമെന്ന് പറഞ്ഞ് ഗുരുതി നടത്തിയ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ നടത്തുമ്പോൾ അവൻ്റെ മനസ്സിൽ അങ്ങനെ സംഭവിച്ചു, ഗുരുതി നടത്തിയിട്ട് അങ്ങനെ തോന്നൽ ഉള്ളിൽ ഇൻഡിവിജ്വലായിട്ട് ഉണ്ടാകുന്നേ ഉള്ളൂ. അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ അയാളുടെ കഷ്ടകാലത്തിന് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വരും. അത് അയാളുടെ തലയിലെടുത്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അത് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ്. ഒരു ദേവനും ഒരു ദേവിയും എപ്പോഴും ഓർത്തോണം, ഒരു ദേവനും ഒരു ദൈവവും ആർക്കും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. അതാണ് മനസ്സിലാക്കുക. പിന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളൊരു മനസ്സിൻ്റെ തോന്നലാണ് ശരിക്കും പറഞ്ഞ യാതൊരു. കാരണം ഈ ദേവനായാലും ദേവിയായാലും ഈ വരുന്നവരെല്ലാം ഒരുപോലെ കാണുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മോട്ടിക്കാൻ പോകുന്നതിനും പണ്ടാരത്തിൽ പൈസ ആയിട്ടല്ല, ദേശപ്പണിക്ക് ചെയ്യുന്നവരും അവർ ഈ പണിക്ക് ചെയ്തു. ഇനി ഏതൊക്കെ നല്ല കാര്യം ചെയ്താലും എല്ലാവരും ഈ ഭഗവാന്റെ അടുക്കൽ വന്നിട്ട് അവർ അനുഗ്രഹം വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ അയ്യോ വരുന്ന അവർ അങ്ങ് മോശക്കാരാ ഇവർ, അങ്ങനൊന്നുമില്ല. ദൈവത്തിന് അങ്ങനൊരു വേർകൃത്യമില്ല. അത് നമുക്ക് തോന്നുക. കാരണം ഇത്രയും നാളും തൊഴുതിട്ട് നമുക്കൊരു വ്യത്യാസമില്ലല്ലോ, അതുകൊണ്ട് അവന് വലിയ വെച്ചടി കയറ്റം വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കഥയില്ല. നമുക്ക് ഓരോ ജന്മജന്മാന്തര ജന്മദോഷവുമുണ്ട്. ഈ ജന്മദോഷവും കർമ്മദോഷവും എല്ലാം കൂടി വരുമ്പോൾ നമ്മളിൽ തന്നെ ഇൻഡിവിജ്വലായിട്ട് വരും. നമുക്ക് അനുഭവിക്കേണ്ട ആൾക്കാർ നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ചുള്ള ആൾക്കാരാണ് നമ്മുടെയൊക്കെ വരുന്നത്. മുൻ ജന്മത്തിൽ ഉണ്ടാകുന്ന ചില ബന്ധങ്ങളാണ് ഈ ജന്മത്ത് വന്ന് ചേരുന്നത്. ചിലരുമായിട്ട് അടുക്കുക. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ചില ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ചതുർത്ഥിയാണ്, അവർ തിരിഞ്ഞു നോക്കും. നമുക്ക് തൊട്ടതിനും പിടിച്ചതിനും കൂറ്റം. നമ്മൾ 100% ശരിയാണെങ്കിലും അങ്ങ് എതിർക്കും. കണ്ണുണ്ടെ കാണുന്ന ഇഷ്ടമല്ല. അതൊക്കെ ജന്മനാ മുൻകാലത്തെ ഏതോ ഒരു വൈരാഗ്യം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മളന്ന് അയാളോടൊന്നും പെരുമാറും, നമ്മളെപ്പോഴും നല്ല രീതിയിൽ അയാളോട് പക്ഷേ അയാൾക്ക് നമ്മളെ കാണുമ്പോൾ കുറച്ചില്ല, എപ്പോഴും ഭയങ്കര. അപ്പോൾ ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു ദേവനും ഒരു ദേവിയും ഒരു ദൈവവും ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യത്തുമില്ല. അത് നമ്മുടെ ഒരു തോന്നല. ദൈവം അത് ചെയ്തു ഇത് ചെയ്തു എന്നില്ല. മനസ്സിൻ്റെ ഉള്ളിലെ ആത്മചൈതന്യമാണ് ഈശ്വര സങ്കല്പത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ആ ഉള്ളിലെ ചൈതന്യത്തെ ചിലർ ചീത്തയായിട്ട് കാണും, ചിലർ നല്ലതായിട്ട് കാണും, ചിലർ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യും, ചിലർ ആർക്കും ഉപകാരമില്ലാതെയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ നിരന്തരം സാധന ചെയ്ത്, ഇപ്പോൾ ഉദാഹരണം ഈ മലയുടെ മേളിൽ നിന്ന് ഒരു ചെറിയൊരു കല്ലെന്ന് പറഞ്ഞാൽ പാറ, അത് പൊട്ടി നേരെ വന്ന് ഉരുണ്ട് പല സൈഡും പൊട്ടി ഉരുണ്ട് വന്നു കഴിയുമ്പോൾ അവസാനം അത് ഒരു നല്ല മനോഹരമായ ഒരു കല്ലായിട്ട് മാറും. ചുറ്റും നല്ല പോളിഷ് ചെയ്ത കല്ല് പോലാകും. അത് തന്നെയാണ് നമ്മുടെ മൈൻഡ്. നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കണം, എങ്കിലേ നമുക്ക് ഒന്നുമില്ല. അപ്പം നമ്മൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ശരിയെന്ന് തോന്നുന്നു ചെയ്തു പോവുക. അങ്ങനെ ഒരു ദോഷം ഇങ്ങനെ ദോഷമൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ചില ധർമ്മദേവത, ഒരിക്കലും നമ്മൾ ആരെയൊക്കെ തൊഴുതില്ല, ധർമ്മദേവത
നമ്മൾ പ്രീതിപ്പെടുത്തണം. വർഷത്തിലൊരിക്കൽ അവിടെ പോയി തൊഴണം, യഥാശക്തി വഴിപാട് ചെയ്യണം. ധർമ്മദേവതയാണ് ഏറ്റവും. ഈ ധർമ്മദേവത പ്രീതി ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയാൽ അതിൻ്റെ ഗുണം കിട്ടും. ഇല്ലെങ്കിൽ വെറുതെ പോയി കൂട്ടാലും ധർമ്മദേവതയെ മറന്ന് നമ്മൾ എവിടെ പോയാലും ഒരു ഇതില്ല. എപ്പോഴും ഈശ്വരന് നമ്മൾ ധർമ്മദേവത എപ്പോഴും ഏത് കുലത്തിൻ്റെ ആയാലും ധർമ്മദേവതയെ നമ്മൾ ആരാധിച്ചു പോകണം. ആ ധർമ്മദേവതയുടെ തായ്വേഴുകളാണ് നമ്മൾ ഈ പാരമ്പര്യമായിട്ട് വരുന്നത്. അതേതാണ് എന്താണെന്ന് അറിയാൻ പറ്റാത്തവരുണ്ട്. ചിലർ പറയുന്നുണ്ട് കുടുംബക്ഷേത്രം ഇന്നടത്താണ് ഞങ്ങൾ താമസിച്ചത്, പക്ഷേ ഏതാണെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടുത്തെ ദേശദേവനെ വഴിപാട് കൊടുത്താൽ മതി. ആ മനസ്സിൽ സങ്കല്പിച്ച് അവിടെ കൊടുത്താൽ മതി, അത് മതി. അതുകൊണ്ട് ആ ദേശദേവനെ കണ്ടെത്തി കുടുംബത്തിൽ പലരുടെയും കുടുംബം അന്യം തിന്നു പോയിട്ടുണ്ട്. ഈ കുടുംബം അന്യം തിന്നു പോയി കഴിയുമ്പോൾ ഇവർക്ക് ഈ പറയുന്ന ദേവതാ സങ്കല്പം മൂലവേദാണെന്നോ എവിടുന്ന് വന്നാണെന്നൊന്നും ചിലപ്പം ഈ വരുന്ന തലമുറയ്ക്ക് അറിയില്ല. അപ്പോൾ അവരെന്ത് ഏറെക്കുറെ ഒരു ദേശം അറിയാമല്ലോ, ഇന്ന ദേശക്കാരാണ്. ആ ദേശത്തിലെ ദേവൻ ആരാന്ന് വെച്ചാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ദേവനെ അദ്ദേഹത്തിന് വഴിപാട് ചെയ്താൽ മതി. ഒരു ഭരണവരെ നമുക്കത് പരിഹരിക്കാം. പിന്നെ ഒരു ദേവനും ഒരു ദേവിയും ഇപ്പം ഞാനിപ്പോൾ ഒരാളോട് ദേഷ്യപ്പെട്ടിട്ട് പറയാം അവൻ്റെ തല പോകണമെന്ന് പറയുമ്പോൾ ദേവി ചെയ്യത്തില്ല. കാരണം ആ ആളും ഈ ഞാനും അപ്പുറത്തിരിക്കുന്ന ആളും ദേവിക്ക് ഒന്നാണ്. ആരോടും സ്നേഹമോ ആരോടും പ്രത്യേകിച്ച് ലാളനയോ ആരോടും അങ്ങനെയൊന്നുമില്ല, ആരോടും വെറുപ്പുമില്ല. അങ്ങനെ ഇരിക്കുന്ന പരബ്രഹ്മമാണ് സാക്ഷാൽ ഭഗവാൻ, അല്ലെങ്കിൽ പരബ്രഹ്മ സ്വരൂപമാണ്. ആ ഒരു സ്വരൂപത്തെ നമ്മൾ ആരാധിക്കുന്ന താല്പര്യപ്രകാരം നിങ്ങളുടെ മനസ്സിലെ ഏത് ദേവനാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ആ ദേവനെ സങ്കല്പിച്ച് നിങ്ങളുടെ മൈൻഡ് ആ രൂപമായിട്ട് മാറും. ഇപ്പം ഉണ്ണികൃഷ്ണൻ ഗുരുവായൂരിലെ പോകുന്നു, ആ ഉള്ളിലെ താല്പര്യം കൂടുതൽ ഭഗവാനോടാകുമ്പോൾ ആ മനസ്സ് ഓൾറെഡി ഉണ്ണികൃഷ്ണനായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ വഴിപാട് ചെയ്യുക, പോവുക, വരിക, തൊഴുക. അതാണ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ണികൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ആവേശം വരും. അതുപോലെ തന്നെ ചില കാളിക്ഷേത്രങ്ങളിൽ കൊടുങ്ങല്ലൂർ പോകണമെന്ന് ആഗ്രഹിക്കും. മനസ്സ് ഇങ്ങനെ പ്രാർത്ഥിച്ച് അമ്മയുടെ ഒരു രൂപം മനസ്സിൽ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോകണം. ആ വേറെ ദേവതയേക്കാൾ കൂടുതൽ അങ്ങോട്ട് അത് ഒരു അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ താല്പര്യം എല്ലാത്തിനും. ഇപ്പോൾ മൂകാംബിയെ പോകുന്നവരുണ്ട്, ചുമ്മാ മൂകാംബിയെ ചെല്ലാനൊക്കത്തില്ല, അവിടുത്തെ വിളി വരാതെ പോകാനൊക്കത്തില്ല. ചുമ്മാ എത്രയൊക്കെ തലകുത്തിയോ പൈസയോ മറ്റു മനസ്സോ അല്ലെങ്കിൽ സാഹചര്യമോ ഒക്കെ അനുകൂലമായാലും പോകാൻ പറ്റത്തില്ല. അവിടുന്ന് ഒരു വിളി വരണം. എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന പരാശക്തി ഭയങ്കര ഫ്രീക്വൻസി. അമ്പലം സാധാരണ ഒരു ക്ഷേത്രത്തിൽ എത്ര തൊഴുതാലും ചിലപ്പോൾ നമുക്കൊരു മാറ്റം, പക്ഷേ മൂകാംബി ചെന്ന് തൊഴുത് നോക്കിയാൽ പെട്ടെന്ന് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അമ്മ ആരെയും ദ്രോഹിക്കാനോ ആരെയും നന്നാക്കാനോ ഒന്നും പോകുന്നില്ല. ഈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തെ നമ്മൾ ഓറയുണ്ട്. ഓരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഓറ വിശ്വാസം ഇല്ലാത്തവർക്കും ഉള്ളതുകൊണ്ട് ഉള്ളിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു കവചം നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു തുറന്ന ഒരു സന്ധ്യാസമയത്ത് നിന്നാൽ നമുക്ക് ചുറ്റും ഒരു ഓറൽ നിൽക്കുന്നതായിട്ട് കാണാം. തീർച്ചയായിട്ടും അത് സൂക്ഷിച്ച് നോക്കിയാൽ എല്ലാവർക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത് ഫ്രീക്വൻസി കൂടി വരും. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളും ദോഷങ്ങളും വരുന്ന ജന്മജന്മാന്തര കർമ്മദോഷം കൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചിലർ എത്രയൊക്കെ ഉണ്ടാക്കിയാലും അനുഭവിക്കാൻ പറ്റത്തില്ല, എല്ലാം അത് നശിച്ചു പോകും. ചിലർ ഒന്നുമില്ലാത്തടത്തുനിന്ന് ചിലർ ഉയർന്നു വരും. ഏത് മനുഷ്യർക്കാരും ഒരു 5 വർഷം മിനിമം അവൻ്റെ നല്ല സമയമായിരിക്കും. 5 വർഷം അവൻ എത്ര ദുരിതമുണ്ടെങ്കിലും 5 വർഷം അവന് രാജകീയ സുഖമായിരിക്കും. ആ സമയത്ത് സാമ്പത്തികം ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ അത് അങ്ങോളം നിൽക്കും. അതല്ല ആ 5 വർഷത്തേക്ക് അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാൽ ഈ 5 വർഷത്തെ അനുഭവം തിരിച്ചു. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഒരാളെ തല്ലി എന്ന് വിചാരിക്കാം, ഒരാളെ അടിച്ചു. തീർച്ചയായും അയാൾ വന്ന് അയാളുടെ ആൾക്കാർ വന്ന് നിങ്ങളെ തല്ലും, തീർന്നു. അപ്പം നിങ്ങളൊരു കർമ്മം ചെയ്തു വെച്ചു, അതിൻ്റെ ഫലം അടി കിട്ടി. തിരിച്ച് നിങ്ങൾ ഒരാളെ അടിച്ചപ്പോൾ അയാളുടെ വീട്ടുകാരും അവരുടെ മക്കളോ ആരെങ്കിലും വന്ന് നിങ്ങളെ തല്ലി, ആ കർമ്മം അവിടെ തീർന്നു ഇല്ലേ? വീണ്ടും നിങ്ങളുടെ മക്കളും എല്ലാം കൂടി പറയുക അങ്ങനെ വന്ന് അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോയി 2 കൂടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വീണ്ടും പോയി അയാളെ തല്ലാൻ പോവുക. അപ്പോൾ നിങ്ങൾ പുതിയൊരു കർമ്മം കൂടി തുടങ്ങുക. അപ്പോൾ അത് അങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകണമെന്ന് പറയുന്നത്. ശരിയെന്ന് തോന്നുന്നത് ചെയ്ത് ദിവസവും സാധന ചെയ്യുക, അത് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിനൊരു നമ്മൾ ഈശ്വരനാണ്. ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു ചൈതന്യം, ആത്മചൈതന്യം മനസ്സിൻ്റെ ഒരു കമലതളത്തിൻ്റെ പീഠത്തിനുള്ളിൽ നിൽക്കുക. ആ ചൈതന്യം ഒരിക്കലും ഒന്നിനും അശുദ്ധമാക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അശുദ്ധമാകത്തില്ല. അത് ശുദ്ധമാണ്. ശരീരമേ ഉള്ള അശുദ്ധം.
എത്രയൊക്കെ കുടിച്ചെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മുഴുവനും വൃത്തികേട്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ശരീരത്തിന് അകത്ത് ശുദ്ധമായിട്ടുള്ള ശരീരമാണോ നിങ്ങളുടെ? എത്ര വലിയ ബ്രാഹ്മണനാന്ന് പറഞ്ഞാലും, എത്ര വലിയ അറിവുള്ള ആളാണെന്ന് പറഞ്ഞാലും, പണ്ഡിതനാണെന്ന് പറഞ്ഞാലും, ആ ആളിൻ്റെ ശരീരം ഒന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ അത് മുഴുവനും അകത്ത് കയറാൻ, ഈശ്വരൻ്റെ അമ്പലത്തിൽ കയറാൻ കൊള്ളാത്ത ശരീരങ്ങളായി മുഴുവനും. ഒന്നല്ല, മുഴുവനാണ്. കാരണം ഇവൻ്റെ ഉള്ളിൽ മലം കിടക്കുക, ഇവൻ്റെ ഉള്ളിൽ മൂത്രം കിടക്കുക, അതൊരു തൊലിക്കകത്ത് കിടക്കുക ആണോ? അപ്പോൾ പിന്നെ ഈ തൊലിക്കകത്ത് വെച്ചുകൊണ്ടല്ലേ മലവും ഉള്ളിൽ വെച്ചുകൊണ്ടല്ലേ ഇപ്പം പഴുപ്പ്, അതുപോലെ പല കാപം, ഇങ്ങനെയുള്ള ദോഷങ്ങൾ മനസ്സ് മലനം ചെയ്യുന്നു. ഈ ചില വൃത്തികെട്ട മനസ്സും ഒക്കെ ആയിട്ടല്ലേ കയറുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അശുദ്ധമാകാത്തൊരു സ്ഥാനമെന്ന് പറഞ്ഞാൽ ഈ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, മനസ്സിൽ ആത്മചൈതന്യത്തെ നമ്മൾ ഉൾക്കൊണ്ട് അതിനെ പീഠം വെച്ചിട്ട് അവിടെ ഏത് ദേവനെയാണോ പ്രതിഷ്ഠിക്കുന്നത് ആ ദേവനെ പ്രതിഷ്ഠിച്ച് ഉള്ളിൽ ആരാധന കൊടുക്കുക, ഉള്ളിൽ പ്രാർത്ഥന കൊടുക്കുക. അങ്ങനെ പ്രാർത്ഥന കൊടുക്കുമ്പോൾ ഞാൻ സാധകരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഉള്ളിൽ പ്രാർത്ഥന കൊടുത്താൽ അതിന് ചൈതന്യവും ഓൾറെഡി ഉണ്ടാവുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അത് നിങ്ങളുടെ സങ്കല്പങ്ങളെ പൂർവീയ സങ്കല്പവുമായിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ചില ബന്ധങ്ങളുടെ ആരോഗ്യവും ചില കാര്യങ്ങളൊക്കെ ദൂരെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഈശ്വരൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. നിങ്ങളത് വെച്ചിട്ട് നിങ്ങളത് കൈ വെച്ചുകൊണ്ട് നിങ്ങൾ വേറെ ഓരോരുത്തരുണ്ടാക്കി തരുന്ന ഓരോരോ ഏലസ്, ഓരോ സംഭവങ്ങൾ അതിൻ്റെ പുറമേ പോയി കാശും മുടക്കി നിങ്ങൾ ഇങ്ങോട്ട് വെച്ചാൽ അത് വെച്ചാൽ ഇത്രയും കിട്ടും, ഇങ്ങനെ തൂക്കിയാൽ അത് കിട്ടും, ലോകത്തിൽ അതൊക്കെ പൊട്ടത്തട്ടാണ്. അങ്ങനെ ഒരിക്കലും ജീവിതത്തിലൊന്നും നമ്മുടെ ഈശ്വരൻ നമ്മുടെ കയ്യിൽ തന്നെ. നമ്മൾ പുറത്ത് വാങ്ങാൻ കിട്ടുന്നതല്ല. അതാദ്യം പൈസ കൊടുത്ത് മേടിച്ചത് എത്രയോ ആൾക്കാർ പിന്നെ ഇഷ്ടത്തിന് നമ്മൾ സന്തോഷത്തിന് എന്തെങ്കിലും മേടിക്കുന്ന പോലെ ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഫോട്ടോ കണ്ടു, അല്ലെങ്കിൽ മേടിച്ചു, അത് നമ്മുടെ സന്തോഷം, മനസ്സിലായി എന്ന് പറഞ്ഞ് ഒരാൾ പറയുവാണ് ഇത് കൊണ്ട് വീട്ടിൽ വെച്ചു, ഇതിൻ്റെ ഒരു ശങ്കാണ്, ഇത് കൊണ്ട് വീട്ടിൽ വെച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അത് പൊട്ടത്തെറ്റ. ഒരിക്കലും കൊണ്ട് ശങ്കല്ല. ഇനി എന്തൊക്കെ കൊണ്ട് വെച്ചതെന്ന് ഒരു ഗുണവും കിട്ടത്തില്ല. കാരണം ഇത് കലിയുഗകാലം. ഈ കലിയുഗകാലത്തിൽ ഒന്നിനും ഒരു രേശില്ല. നാമമല്ലാതെ വേറൊരു മന്ത്രങ്ങളോ തന്ത്രങ്ങളോ യന്ത്രങ്ങളോ ഒന്നും ഫലവാത്തില്ല. പിന്നെ നമ്മൾ ഈശ്വരനെ മുറുക്കെ പിടിച്ചു. ഏത് ദൈവമാണെങ്കിലും, ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഏതുമായിക്കോട്ടെ, ഉള്ളിൻ്റെ ഉള്ളിലെ ആത്മാവിനെ, ആത്മചൈതന്യത്തെ അവൻ്റെ ഉള്ളിലേക്ക് ഉൾക്കൊണ്ട് അവൻ ഈശ്വരനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വെളിയിലെങ്ങും പോകണ്ട. നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുക, നിങ്ങൾക്ക് ഈശ്വരനെ അവിടെ കാണാൻ പറ്റും. നിങ്ങൾ പുറത്ത് കയറി അലഞ്ഞ് തിരിഞ്ഞ് ഇടിയും കൊണ്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടിച്ചിടിച്ചിടിച്ച് ബഹളം വെച്ച് അയാളും തെറി പറഞ്ഞു, നമ്മളും തെറി പറഞ്ഞു, അയാളെയൊന്നും ഇടിച്ചു, ഇവിടെ ഇടിച്ചു, അറിയാതെ പെണ്ണുങ്ങളുടെ ദേഹത്ത് മുട്ടിയാൽ അതും പ്രശ്നം, ആണുങ്ങളുടെ ദേഹത്ത് മുട്ടിയാൽ അതും വേറെ പ്രശ്നം. പ്രായമുള്ളവരാണ്, ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, പല പല അസുഖങ്ങളും. എത്ര മണിക്കൂർ ക്യൂ നിന്നാലാ ക്ഷേത്രത്തിലൊന്ന് കയറി ദേവനെ തൊഴാൻ പറ്റും? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ചുമ്മാ പൊട്ടത്തരമാണ്. പിന്നെ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നു ഇന്നടത്ത് പോകണമെന്ന് പോയി തൊഴുതുക. അതിങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒന്ന് പൊതുവേ ഒന്ന് നോക്കിക്കോണം. എവിടെയെങ്കിലും ഒരു വിശേഷങ്ങളുണ്ടെങ്കിൽ അവിടെ ഒന്നും കയറി തൊഴാനൊക്കത്തില്ല. ജനങ്ങളങ്ങ് ഒഴുകും. എന്താണെന്നറിയില്ല. എവിടെയെങ്കിലും അങ്ങെന്ന് പറഞ്ഞാൽ കൊട്ടിയൂർ വേണ്ട ആരും പോകാത്ത വളരെ വെള്ളമായിട്ട് നടന്നില്ല. ഇപ്പോൾ അവിടെ ചെല്ലാൻ പറ്റും. അതുപോലെ ജനം ആന്ധ്ര, കർണാടകയിൽ നിന്നൊക്കെ വന്നു തുടങ്ങി. ആ സങ്കല്പങ്ങളിൽ നമുക്ക് തോന്നുന്നതിന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു. അപ്പം നമ്മൾ ഇപ്പോൾ ശബരിമലയിൽ ഏറ്റവും വലിയ വഴിപാടെന്ന് പറഞ്ഞാൽ ഈ ഖനനപ്പാത ചവിട്ടി മേളിൽ ചെന്ന് ഈ മലയും കയറി അയ്യനെ കണ്ടു കഴിയുമ്പോൾ അതാണ് വഴിപാട്. നമ്മൾ ഈ ശരീരവും ചുമ്മിക്കൊണ്ട്, ഈ മനസ്സ് ശരീരം ചുമ്മിക്കൊണ്ട് സ്വാമി ഈ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് ഈ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ സഹിച്ച് അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് പതുക്കെ ദേഹസ്ഥത ഒക്കെ വരുമ്പോൾ ഒക്കെ എല്ലാ ദുരിതവും സഹിച്ചാണ് നമ്മളിപ്പോൾ അങ്ങ് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ സ്വാമി ശരണമയ്യപ്പ കഴിഞ്ഞു. അപ്പം പിന്നെ അതാണ് വഴിപാട്. ഈ ശരീരവും വെച്ച് മേളിൽ ചെന്ന് ഭഗവാനെ കാണുമ്പോൾ നിങ്ങൾ പൂർണ്ണരായി. അതാണ് ഏറ്റവും വലിയ വഴിപാട്. മനസ്സിലായോ? അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു വന്നതിന് കാര്യം, ഈ ചുമ്മാ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും മേടിച്ച് വീട്ടിൽ വെക്കരുത്. അത് ഗുണത്തേക്കാൾ ദോഷം വരും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹരി ഓം.